അവർ ടി വി 24/7 വാർത്താ അവലോകനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ UAE പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് വർക്കേഴ്സ് മസ്റ്റ് റിസീവ് ജോബ് ഓഫർ ബിഫോർ ജോയിനിങ് എംപ്ലോയർ ഇൻ UAE. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. കാരണം നമ്മുടെ ദിനം പ്രതി ധാരാളം ഇന്ത്യക്കാർ ഇൻഡയറക്റ്റായിട്ടും ഡയറക്റ്റായിട്ടും, അതായത് നാട്ടിൽ നിന്ന് റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് ഇവിടെ എംപ്ലോയ്മെൻറ്റ് വിസയിൽ വരുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഈ UAE ലോക്കലായിട്ട് റിക്രൂട്ട് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന ഒരു രീതിയുമുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാലും ഇവിടെ നിന്ന് ലോക്കലായിട്ട് റിക്രൂട്ട് ചെയ്താലും UAE ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം നമ്മുടെ ജോബ് കോൺട്രാക്റ്റ് മസ്റ്റ് ഒപ്റ്റെയിൻ. നമ്മൾ ഏത് കമ്പനിയിലാണോ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിൽ നിന്ന് നമ്മുടെ ജോബ് ഓഫറും കോൺട്രാക്റ്റും തീർച്ചയായിട്ടും കരസ്ഥമാക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ ഈ പുതിയ ഒരു ജോലിയിലേക്കുള്ള ആ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് നമ്മൾ പോകാൻ പാടുള്ളൂ. അപ്പോൾ അത്തരം ഒരു ജോബ് കോൺട്രാക്റ്റിലേക്ക് മസ്റ്റായിട്ട് അത്തരം കോൺട്രാക്റ്റുകൾ ഉൾപ്പെടുത്തേണ്ടതായ കാര്യങ്ങൾ കൂടി ഈ ന്യൂസ് പേപ്പറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ദ ജോബ് ഓഫർ ഇൻക്ലൂഡ്സ് ഡീറ്റെയിൽസ് സച്ച് ആസ് ദ കോൺട്രാക്ട് ടൈപ്പ്. നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ടൈപ്പ് എന്ത്, നമ്മുടെ ലോങ് ടൈം കോൺട്രാക്റ്റ് ആണോ, ഷോർട്ട് ടൈം കോൺട്രാക്റ്റ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അക്കോർഡിംഗ് ടു ദ ലേബൽ അനുസരിച്ചിട്ടുള്ള ഏത് രീതിയിലുള്ള കോൺട്രാക്റ്റ് ആണ് എന്നുള്ളത് നമ്മുടെ കോൺട്രാക്റ്റിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് അതോറിറ്റി നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു മാസം നമുക്ക് കിട്ടുന്ന എത്ര സാലറി, അത് വീക്കിലി ലീവ്, സാലറി, വീക്കിലി ലീവ് എൻടൈറ്റിൽമെൻറ്റ്, നോട്ടീസ് പീരീഡ് ആൻഡ് അതർ എംപ്ലോയ്മെൻറ്റ് കണ്ടീഷൻസുകൾ. അപ്പോൾ നമുക്ക് സാലറി എത്രയാണ്, അല്ലെങ്കിൽ നമ്മുടെ വീക്കിലി ഓഫ് എത്രയാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരു കൊല്ലത്തിൽ എത്ര ലീവുണ്ട്, ലീവ് ടിക്കറ്റ്, അതുപോലെ ഒരുപാട് അതുപോലുള്ള അതർ ബെനിഫിറ്റ്സ്, ഇതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഉൾക്കൊള്ളുന്നതാണ് UAE ലേബൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കമ്പനികൾ ഒരു ഡെമ്മി കോൺട്രാക്ട്സോ ഒന്നും തന്നെ അടിച്ച് അതിൽ വീണു പോകാതിരിക്കുവാൻ എല്ലാ എംപ്ലോയീസും പ്രത്യേകം ശ്രദ്ധിക്കുക. UAE അക്കോർഡിംഗ് ടു ദ ലേബർ ലോ നോംസ് പ്രകാരം എല്ലാ എംപ്ലോയീസും ഉദ്യോഗാർത്ഥികളായി വരുന്ന എല്ലാവരും ജോബ് കോൺട്രാക്റ്റ് എടുത്തതിന് ശേഷം മാത്രമേ ജോലിയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്ന് ശക്തമായ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ഇന്ത്യക്കാരായ ആളുകളും പ്രവാസികളായ മലയാളികളൊക്കെ തന്നെ എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു ഇൻ്റർനാഷണൽ പ്രാധാന്യം ലഭിച്ച ഒരു മലയാള വാർത്തയെക്കുറിച്ചാണ് ഈ അവലോകനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരള ഡോഗ് ലീഷ് വീഡിയോ സ്പാർക്സ് ഔട്ട്റേജ്, സ്റ്റാഫ് സേ ഇറ്റ് വാസ് സ്റ്റേജ്ഡ്. ഒരു ഇൻ്റർനാഷണൽ അറ്റൻഷനിലേക്ക് പോയിരിക്കുകയാണ്. കാരണം ഒരു ജോലി സ്ഥലത്ത് ഒരു എംപ്ലോയിയെ ഡോഗ് എന്ന രീതിയിൽ, ഡോഗിനെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്ന ആ രീതിയിൽ അദ്ദേഹം ഒരു പനിഷ്മെൻ്റ് എന്ന നിലയിൽ ഒരു എംപ്ലോയർ ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വാർത്ത നമ്മൾ സംസാരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ലോക രാജ്യങ്ങൾക്ക് വളരെ മാതൃകയായിട്ടുള്ള ഒരു ജനവിഭാഗമാണ് നമ്മുടെ മലയാളീസുകൾ. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ലോകം തന്നെ വിലയിരുത്തുന്ന, നമ്മൾ വളരെ സമാധാനപ്രിയരാണ്. അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത്. അത് നമ്മുടെ മാത്രം ഉള്ളൊരു സവിശേഷത മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മറ്റേതൊരു സ്റ്റേറ്റുകളെ നോക്കിയാലും നമുക്ക് എല്ലാ സാഹചര്യങ്ങളുമായിട്ട് ഇണങ്ങാൻ, അതായത് നമ്മളൊരു ഗൾഫിലാണ് പോയാൽ അറബി സമൂഹമായിട്ട് ഇണങ്ങിപ്പോവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിദേശത്ത് നമ്മൾ പോയാലും ആ രാജ്യത്തിൻ്റെ സാംസ്കാരികവും കൾച്ചറും ഒക്കെ ഇണങ്ങിച്ചേർന്നുകൊണ്ട് ആ രാജ്യത്തിലെ ജനങ്ങളുമായി വളരെ നല്ല സൗഹൃദമായി പോകുന്ന ഒരു സ്വഭാവം സംസ്കാരത്തിൻ്റെ ഉടമകളാണ് മലയാളികൾ. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമുക്ക് തന്നെ ഇന്ന് ലോകത്ത് ഇത്തരം വാർത്തകൾ മലയാളി സമൂഹത്തിന് വളരെയധികം പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സാംസ്കാരികമായ അധപ്പതനം, ജീർണത വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് പേര് മൾട്ടിനാഷണൽ കമ്പനികൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം തന്നെ ഈ ഒരു വാർത്ത നമ്മളുടെ സമൂഹത്തിന് വളരെയധികം പ്രതികൂലമായി
മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് അനവധി സംഭവങ്ങൾ നമ്മുടെ ക്രൈം ഒഫൻസുകൾ, ഇന്നത്തെ ക്രൈം ഒഫൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിൽ മലയാളികൾ ക്രൈം ഒഫൻസുകളിൽ പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കുട്ടിയെ ചവിട്ടിക്കൊന്ന കേസ് കെട്ട്, അതുപോലെ വെഞ്ഞാറമൂടിലെ കൊലപാതകം, മറ്റു ഒരുപാട് അനവധി കൊലപാതകങ്ങൾ, അതായത് വളരെ മനുഷ്യനെ അറം പറ്റുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു ക്രൈം ഒഫൻസുകൾ കൂടിയിരിക്കുന്നു. നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ സ്വഭാവ രീതിയിലൊക്കെ തന്നെ ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇത്തരമൊരു മാറ്റം നമുക്ക് വന്നു എന്നത് തീർച്ചയായിട്ടും നാം എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന നമ്മുടെ സമൂഹവും നമ്മുടെ സുഹൃത്ത് വലയത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ നമുക്ക് തിരുത്തേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തുക, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടാൽ അത് തിരുത്തുക, ഒപ്പം തന്നെ നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി വളർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ഒരു വലിയ അഡീഷണൽ ബാധ്യതയാണ് മലയാളികൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വാർത്തകൾ ഒന്നും വരാത്ത മലയാളികൾ വളരെ സൗമ്യരും വളരെ ശാന്തശീലരും അതുപോലെ തന്നെ വളരെ മറ്റുള്ളവരുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് സൗഹൃദം സ്ഥാപിക്കുന്ന ആ ഒരു സംസ്കാരം നിലനിർത്തി പോവാൻ നമുക്ക് കഴിയട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ആശംസിക്കുന്നു. എഡ്യൂക്കേഷൻ സംബന്ധമായ ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്നത് ഗൾഫ് ന്യൂസ് ഒരു എഡ്യു ഫെയർ ദുബായിൽ നടത്തുന്നുണ്ട്. എല്ലാ നാഷണൽ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വളരെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഫെയർ ആണ്. നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്രദമായ ഈ ഒരു എഡ്യൂക്കേഷൻ ഫെയർ ആവശ്യമുള്ള എല്ലാവരും ബന്ധപ്പെടുക. അതിൻ്റെ ഒരു വെന്യൂ എന്ന് പറയുന്നത് അൽമാസ ബാൾറൂം, ഷേഖ് സായിദ് റോഡ്, ദുബൈ ആണ്. മെയ് 9 മുതൽ 11 വരെയാണ് ഈ ഒരു എഡ്യൂ ഫെയർ നടക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു സ്കാൻഡ് QR കോഡ് ഗൾഫ് ന്യൂസിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൾഫ് ന്യൂസിൻ്റെ ഓൺലൈനിൽ ചെന്നാലും ഈ ഒരു QR കോഡ് എടുത്തുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാനും അവിടെ കാണാനുള്ള ഒരു പ്രീ അപ്പോയിൻമെൻറ്റ്സും അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അന്താരാഷ്ട്ര സാമ്പത്തിക രംഗം പരിശോധിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ താരിഫ് പോളിസി ഒരു അൺസ്റ്റേബിളായിട്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയും ചൈനയുമായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ വാർ വളരെ ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേര് ധാരാളം പേര് നാട്ടിലായിരുന്നാലും ഇവിടെ ആയിരുന്നാലും ഒക്കെ തന്നെ എല്ലാവരും ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഷെയർസ് ഒക്കെ എടുക്കുന്ന ഒരു കൾച്ചറിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. കാരണം ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ സ്മാർട്ട് വേയിലൂടെ കാശ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഓരോ മലയാളികളും ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ സമയത്തുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ശ്രദ്ധിച്ച് വേണം, വളരെ പഠിച്ച് അതുപോലെ തന്നെ വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ എടുത്തിട്ട് വേണം എല്ലാവരും ഇൻ്റർനാഷണൽ ഷെയർ എടുക്കേണ്ടത്. നമ്മുടെ പൈസ സുരക്ഷിതമായി നിക്ഷേപിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് നഷ്ടം വരാതിരിക്കുകയും അതുപോലെ തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ലാഭം അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ്സ് കിട്ടത്തക്ക നിലയിലുമുള്ള വളരെ ഡീപ്പായിട്ടുള്ള ഒരു ചിന്തിച്ചിട്ട് വേണം ഇൻ്റർനാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കൊക്കെ പോകേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം ഷെയർ ബിസിനസ്സുകളൊക്കെ കൈകാര്യം ചെയ്യുക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു സന്തോഷകരമായൊരു വാർത്ത എന്നത് നമുക്കെല്ലാം സംബന്ധിച്ചിടത്തോളം ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീക്ക്നെസ്സാണ്. പ്രത്യേകിച്ച് മലയാളികൾക്ക് എല്ലാവർക്കും ഗോൾഡിൻ്റെ വില മറ്റേതിനേക്കാളും കീപ്പ് ഓൺ അപ്ഡേറ്റ് ചെയ്യുന്നൊരു വിഭാഗമാണ് നമ്മുടെ മലയാളികൾ എന്നത്. അതുപോലെ തന്നെ ഇപ്പോഴും കുറച്ച് ദിവസങ്ങളായിട്ട് ഗോൾഡിൻ്റെ വില അല്പം കുറഞ്ഞും കൂടിയുമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട വളരെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻക്ലൂഡിങ് മലബാർ ഗോൾഡ് അടക്കമുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഗോൾഡ് റീറ്റെയിലേഴ്സും ഈ ഒരു പ്രീ ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് റീറ്റെയിലുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ അത് എത്ര പെർസെൻറ്റേജ് ആണെന്ന് പറയും. അങ്ങനെ ഒരു പെർസെൻറ്റേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വില അവർ ബ്ലോക്ക് ചെയ്ത് വെക്കുകയും അത് നമ്മൾ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് പോയി അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനിടയിൽ സംഭവിക്കുന്നതായ വില വർധനവ് നമുക്ക് ബാധകമാവില്ല. തീർച്ചയായിട്ടും ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്
ഈ ഗോൾഡ് റീറ്റെയിലേഴ്സിൻ്റെ ഈ ഒരു ഓഫർ വളരെ പ്രയോജനപ്രദമാണ്. അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് വാർത്താ അവലോകനത്തിലെ ഒരു ഫീച്ചറാണ്. ഗൾഫ് ന്യൂസിൽ വന്ന ഒരു ഹെൽത്ത് അവയർനെസ് ഫീച്ചറിൻ്റെ ചില പ്രസക്ത കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. ഹൗ സ്ട്രെസ് ഷോസ് അപ്പോൺ യുവർ സ്കിൻ. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്ക് നമ്മളുടെ ചർമ്മം നമ്മളുടെ ഉള്ളിൽ തോന്നുന്നത് പ്രതിഫലിക്കുന്നു എന്നാണ് ഈ ഒരു വാർത്തയിലെ ഏറ്റവും പരമപ്രധാനം. നമ്മളുടെ ഉള്ളിൽ തോന്നുന്നത് നമ്മുടെ ചർമ്മവും തമ്മിലുള്ള ബന്ധത്തെ വളരെ സാരമായി ബാധിക്കും. നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ UAE പ്രത്യേകിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം തന്നെ ഒരു വർക്ക് പ്രഷറിലാണ് ജോലി ചെയ്യുന്നത്, അല്ലേ? നമ്മൾ നാട്ടിലെ അപേക്ഷിച്ച് ഒരുപാട് ഡ്യൂട്ടീസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്സുകൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രവാസികളായ ആളുകൾക്ക് നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ കുടുംബ ബന്ധങ്ങളൊക്കെ തന്നെ അന്യമായി നിന്നുകൊണ്ട് നമ്മൾ വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടാണ് നമ്മുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രമാത്രം ഉത്തരവാദിത്വങ്ങളും പ്രൊഡക്ടിവിറ്റിയും ഉള്ള ഒരു രാജ്യമാണ് UAE എന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് നമ്മുടെ ജോലി സ്ഥലത്തെത്തുക, ട്രാഫിക് ഒരു പ്രതിബന്ധങ്ങളെ മറികടന്ന് കറക്റ്റ് സമയത്ത് അവിടെ എത്തുക, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്തു തീർക്കുക, അതിലെല്ലാം ഉപരിയായി നമ്മുടെ കുട്ടികളുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ, നമ്മളുടെ പ്രവാസികളായ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അനവധി പ്രശ്നങ്ങളിലൂടെയാണ് ഒരു പ്രവാസി തൻ്റെ ജീവിതം ഓരോ ദിവസവും കടന്നു പോകുന്നത്. ആ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന പല സമ്മർദ്ദങ്ങളും നമ്മുടെ ചർമ്മത്തിലൂടെ പ്രതിഫലിക്കുന്നു എന്നാണ് ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റുകൾ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് പല രീതിയിലും പല രൂപത്തിലുമാണ് നമ്മെ ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേക ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് തന്നെ എൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മുഖത്തും ഇതേപോലെ ഒരു പിഗ്മെൻറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഡെർമറ്റോളജി ട്രീറ്റ്മെൻറ്റ്സുകൾ ഒരുപാട് രൂപ ഞാൻ ഇതിനു വേണ്ടി ചിലവഴിച്ചായിരുന്നു. മുഖത്തുണ്ടായ ഈ ഒരു പിഗ്മെൻറ്റേഷൻ പലപ്പോഴും എനിക്കൊരു ഇറിറ്റേഷനും ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടും എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും ആ പിഗ്മെൻറ്റേഷനിൽ നിന്ന് മാറാൻ മാറാത്തൊരവസ്ഥ വന്നപ്പോൾ ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റിനെ ഞാൻ സമീപിച്ചു. അപ്പോഴാണ് ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് പറഞ്ഞത്, ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ ഈ ഒരു പിഗ്മെൻറ്റേഷൻ മാറ്റാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വർക്ക് പ്രഷറാണ് നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രഷർ, അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെസ്സും പ്രഷറിൻ്റെയും ഒരു പ്രതിഫലനമാണ് നിങ്ങളുടെ ഈ മുഖത്ത് ഇപ്പോൾ കാണുന്നത്. അത് മുഖത്താകാം, ചിലപ്പോൾ നമ്മുടെ മറ്റേതെങ്കിലും ഒരു സ്കിന്നിൻ്റെ ഭാഗമാകാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് രീതിയിലാണ് ഇത് റിയാക്ട് ചെയ്യുന്നത്. എനിക്ക് സംഭവിച്ചിരിക്കുന്നത് മുഖത്താണ്. അതുകൊണ്ട് തന്നെ ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തത്, ട്രൈ ടു റെഡ്യൂസ് അവർ സ്ട്രെസ്. എത്രത്തോളം സ്ട്രെസ്സ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ സ്കിന്നിൻ്റെ ഡിസീസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. സ്കിൻ ഡിസീസിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പെട്ടെന്നൊരു പിഗ്മെൻറ്റേഷനോ അല്ലെങ്കിൽ മുഖത്തൊരു കരുവാളിപ്പ് വന്നു കഴിയുമ്പോൾ അത് പെട്ടെന്ന് നമുക്കൊരു ഒരു സ്ട്രെസ്സിന്, അത് മറ്റൊരു സ്ട്രെസ്സിലേക്ക്, അല്ലെങ്കിൽ ഒരു വിഷാദ രോഗം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്നതിനുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു ക്രൗഡിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാനുള്ളൊരു പ്രവണത, ഇത്തരമുള്ള മാനസിക ടെൻഡൻസികൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഡോക്ടേഴ്സ്, ഇപ്പോഴത്തെ ഡെർമറ്റോളജി എന്ന് പറയുന്നത് ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ഒരു മെഡിക്കൽ ഇൻഡസ്ട്രിയാണ്. പക്ഷേ ഒരുപാട് പേര് ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അത്തരം ഡെർമറ്റോളജി വളരെ എക്സ്പെൻസീവായ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വയം ട്രീറ്റ് ചെയ്ത് ഈ ഒരു സ്കിന്നിൻ്റെ ഒരു ഇറിറ്റേഷനിൽ നിന്ന് നമുക്ക് വിമുക്തി നേടാൻ കഴിയും. അതിനെക്കുറിച്ച് കുറച്ച് ടിപ്സുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൻ്റെ നമുക്കുണ്ടായിരിക്കുന്ന ഈ സ്കിന്നും അതുപോലെ നമ്മുടെ ഒരു മെൻ്റൽ ആൻഡ് ഡെർമറ്റോളജി സംബന്ധമായ ഈ ഒരു ഇൻ്റർലിങ്ക്ഡ് ഇഷ്യൂസ് സോൾവ് ചെയ്യാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു വസ്തുത എന്നത്
നമ്മൾ റെഗുലറായിട്ടുള്ള ഒരു മെൻ്റൽ വെൽനെസ് ക്രിയേറ്റ് ചെയ്യണം. അത് അങ്ങനെ ഒരു മെൻ്റൽ വെൽനെസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു റെഗുലറായിട്ടുള്ള ഒരു മെഡിറ്റേഷനും ഒരു റിലാക്സേഷൻ പ്രാക്ടീസും നമ്മുടെ ജീവിതത്തിൽ ഒരു റൊട്ടീനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമുക്കതിൽ ഒരുപാട് മണിക്കൂറൊന്നും ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു 15 to 30 minutes ഓർ 30 to 1 hour ടൈമിനകത്ത് നമ്മുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക്കലി നമ്മൾ ഈ ഒരു മെഡിറ്റേഷനും ഒരു റിലാക്സേഷൻ പ്രാക്ടീസും നമ്മുടെ ജീവിതത്തിൽ വളരെ ഇൻറ്റൻഷണലായിട്ട് അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി നമ്മൾ ഡെവലപ്പ് ചെയ്താൽ നമ്മുടെ ഈ ഒരു റിലാക്സേഷൻ, ഈ ഒരു സ്ട്രെസ്സ്, അതായത് നമ്മുടെ ഈ ഡെർമറ്റോളജി, നമ്മുടെ ഈ ഒരു സ്ട്രെസ്സ് മൂലം സ്കിന്നിനുണ്ടാകുന്ന എല്ലാ ഡാമേജസുകളും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. രണ്ടാമത്തെ ഒരു സജഷൻ എന്നത് എക്സസൈസ് റെഗുലർലി. അത് നമ്മുടെ എല്ലാ ജീവിതത്തിന് നോട്ട് ഓൺലി ഫോർ ദ സ്കിൻ റെക്ടിഫിക്കേഷൻ, ഒരു മെൻ്റൽ വെൽനെസ്, അതുപോലെ തന്നെ ഫിസിക്കൽ വെൽനെസ്, അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ആരോഗ്യകരമായ മറ്റു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എല്ലാത്തിനും, പ്രത്യേകിച്ചും പ്രവാസികളായ ആളുകൾക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു എക്സസൈസ് വളരെ അത്യന്താപേക്ഷിതമാണ്, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വളരെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടിയിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം ഒരു സ്ട്രെസ് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലാണ് നമ്മൾ ബന്ധപ്പെട്ടത്. നമ്മുടെ ഒരു ഓഫീസിൽ തന്നെ നമ്മൾ ഡോക്യുമെൻറ്റ്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു എന്ന് പറഞ്ഞാലും ദാറ്റ് കനോട്ട് ബി കൺസിഡർ ആസ് എ എക്സസൈസ്. കാരണം ആ സമയത്ത് നമ്മുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സ് അല്ലെങ്കിൽ ഒരു വളരെ ഒരു പ്രഷറൈസ്ഡ് അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസാണ്. അതിന് ഒരിക്കലും നമുക്ക് ഒരു ഫിസിക്കൽ എക്സസൈസുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജോലി എല്ലാം കഴിഞ്ഞ് വളരെ സമാധാനപരമായിട്ട് വളരെ ചുരുങ്ങിയ സമയം ഒരു ചെറിയ രീതിയിലാണെങ്കിൽ ചെറിയ രീതി, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിമ്മിൽ പോകണമെങ്കിൽ ജിമ്മിൽ പോകാം, അല്ലെങ്കിൽ യോഗ, അങ്ങനെ എന്ത് തന്നെയായിരുന്നാലും യു ട്രൈ ടു ഡെവലപ്പ് എ റെഗുലർ ഫിസിക്കൽ എക്സസൈസ് ദാറ്റ് വിൽ ക്രിയേറ്റ് എ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ വെൽനെസ് ടോട്ടലി. മൂന്നാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ഗെറ്റ് ഇനഫ് സ്ലീപ്പ്. ഒരു വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രവാസി മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായൊരു പ്രശ്നമാണ് ഗെറ്റ് ഇനഫ് സ്ലീപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ വളരെ ലേറ്റ് നൈറ്റായിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ശീലം നമുക്കുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 9-10 മണിക്ക് വന്ന ഉടനെ തന്നെ നല്ലൊരു സ്ട്രോങ് കോഫി കുടിക്കുന്ന ഒരു ശീലം ഇപ്പോൾ എല്ലാവർക്കും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ഒരു ചായ കുടിക്കുന്ന ശീലം. അതുപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് റിലാക്സേഷൻ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പേര് സ്മോക്കിങ്ങിലൂടെ റിലാക്സേഷൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പലപ്പോഴും പലരും പെട്ടെന്ന് തന്നെ ജങ്ക് ഫുഡ് പോയി വാങ്ങി അങ്ങനെ, അല്ലെങ്കിൽ ഓഫറിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഷോപ്പിംഗ് മാളിലൊക്കെ പോയിട്ട് ജങ്ക് ഫുഡ് വാങ്ങി കഴിക്കുന്ന ശീലം, ഇത്തരം ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ സുഖകരമായ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് ഉറക്കം എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് അതൊരു സിസ്റ്റമാറ്റിക് പ്രാക്ടീസിലൂടെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മളൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു മാസം, വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രാക്ടീസാണ്, പക്ഷേ ഒരു മാസം നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് നല്ലൊരു സ്ലീപ്പ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മളൊരു 7-8 മണിയാകുമ്പോഴത്തന്നെ ഭക്ഷണം കഴിക്കുക, പിന്നെ ഒന്നും കഴിക്കാതിരിക്കുക. എന്തെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ വിശപ്പ് തോന്നിയാൽ കഴിക്കാവുന്ന ചെറിയ നമ്മുടെ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് നമുക്കങ്ങനെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ കഫീൻ ഉൾപ്പെടുന്ന പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ ലഹരി ഒക്കെ തീർച്ചയായിട്ടും ഒഴിവാക്കണം. ഇത്തരം ആഹാരങ്ങൾ നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും, അതുപോലെ നമ്മുടെ ഡൈജഷനെയും അതുപോലെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറഞ്ഞതൊരു 7 മണിക്കൂറെങ്കിലും നല്ലതുപോലെ ഉറങ്ങണം എന്നാണ് ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത്. ഒരു സൈക്കാട്രിസ്റ്റുകൾ പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് 4 മണിക്കൂർ കിട്ടിയാൽ പോലും നല്ലൊരു വെൽനെസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. പക്ഷേ ഒരു കോമൺ സ്ട്രാറ്റജി പറയുകയാണെന്നുണ്ടെങ്കിൽ 7 to 8 hours നമ്മൾ റെഗുലർ ഓടും. കാരണം അത്രമാത്രം കമ്മിറ്റഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റെഗുലർ സ്ലീപ്പ് ഇല്ലാത്തവർക്ക് ലോങ് ടേമിൽ ഒരുപാട് ഇതുപോലുള്ള സ്ട്രെസ്സും അത് റിലേറ്റഡായ അസുഖങ്ങൾ, സ്കിൻ ഡിസീസുകളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ലൊരു ഉറക്കം ക്രിയേറ്റ് ചെയ്യാൻ
ശ്രമിക്കണം. അതുപോലെ അത് ഈ ശ്രമിക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടികൾ ഈ മൊബൈൽ ഫോണ് അതുപോലെ തന്നെ മറ്റുള്ള ഡിവൈസുകളൊക്കെ വെച്ച് തന്നെ സമയം ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ഈ ഒരു ഹാബിറ്റ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോം ആവുന്ന ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് കുട്ടികളെ നേരത്തെ ഉറക്കി ശീലിപ്പിക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒപ്പം തന്നെ നമ്മൾ ഇത്ര സമയമാകുമ്പോൾ ലേറ്റ് അണച്ച് എല്ലാ കാര്യങ്ങളും വിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെൽനെസ്സും ഒരു ഹാപ്പിനെസ്സും അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാൾ ഒരു പ്രെയർ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ വാട്ട് യു ഹാവ് ഗോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ മനസ്സിൽ കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഉറക്കം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ജീവിതത്തിന് ഒരുപാട് സന്തോഷം പ്രദാനം ചെയ്യും. സ്ട്രെസ്സ് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വളരെയധികം സ്കിന്നിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ സ്ട്രെസ്സ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ആക്ടിവിറ്റീസും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ സ്കിന്നിനെയും അതുപോലെ തന്നെ മെൻ്റൽ വെൽനെസ്സിനെയും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അവോയ്ഡ് ഹാർഷ് ഫുഡ്സ്, അത് വളരെ പ്രധാനപ്പെട്ട, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കഫീൻ അടങ്ങിയിട്ടുള്ളത്, ജങ്ക് ഫുഡുകൾ, അതുപോലെ തന്നെ സ്പൈസി ഫുഡുകൾ, ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിവതും ഡ്യൂറിങ് നൈറ്റ് അവേഴ്സിൽ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതെല്ലാം നമ്മുടെ ഉറക്കത്തെ ബാധിക്കും, സ്കിന്നിനെ ബാധിക്കും, സ്ട്രെസ്സിനെ ബാധിക്കും, നമ്മുടെ നല്ലൊരു ഒരു എനർജറ്റിക് ഡേ അത് പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ അവോയ്ഡ് ഹാർഷ് പ്രോഡക്ട്സ്. അതുപോലെ തന്നെ ഇനിയും ഈ സ്ട്രെസ്സ് നമുക്ക് സിവിയറായിട്ടുള്ള സ്ട്രെസ്സ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു സ്ട്രെസ്സാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സ്കിൻ ഡിസീസ് സിവിയറായി തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഡോക്ടറിൻ്റെ അഡ്വൈസ് എടുക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് ആണെങ്കിൽ അതുമായി റിലേറ്റഡ് ചെയ്തിട്ടുള്ള സ്പെഷ്യലിസ്റ്റിനെ കണ്ട് സ്ട്രെസ്സിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും തീർച്ചയായിട്ടും വളരെ അനുയോജ്യമായിരിക്കും. അവോയ്ഡ് ട്രിഗേഴ്സ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ട്രിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കഫീന്, ഷുഗർ, മിൽക്ക് പ്രോഡക്ട്സുകളൊക്കെ തന്നെ ഈ സ്ട്രെസ് റിലേറ്റഡ് ആയ ആളുകൾക്ക് വളരെ പ്രതികൂലമായി ഉള്ള ആഹാര പദാർത്ഥങ്ങളാണ്. ഇത്തരം ആഹാരം സ്ട്രെസ്സും അതുപോലെ തന്നെ സ്കിൻ ഡിസീസും ഒക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും പ്രതികൂലമായി ബാധിക്കുന്ന ഈ പദാർത്ഥങ്ങളാണ്. കോമൺലി ആണ്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. എങ്കിലും പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ കഫീനും ഈ ഷുഗറും മിൽക്ക് പ്രോഡക്ട്സും ഒക്കെ ഇത്തരം ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഇതിൻ്റെ ട്രിഗർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. അതിലേറ്റവും അവസാനമായിട്ട് പറയാനുള്ളത്, പലപ്പോഴും നമുക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു ഫിംഗർ ഇങ്ങനെ ചലിപ്പിക്കുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ നഖം കടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ നമ്മൾ പോലും ഒരു അൺകോൺഷ്യസ്ലി നമ്മൾ തന്നെ ഈ മുഖം മൊത്തം ഇങ്ങനെ ഈ ഫിംഗർ കൊണ്ട് ഇങ്ങനെ മസാജ് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കീപ്പ് എവേ യുവർ ഫിംഗർ എവേ ഫ്രം ദ ഫേസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം മുഖത്തും മറ്റുള്ള ശരീരഭാഗങ്ങളിലും സ്ട്രെസ്സ് അല്ലെങ്കിൽ സ്ട്രെസ്സ് ട്രിഗർ ചെയ്യുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമുക്കൊരു ഡെർമറ്റോളജി ഇതുപോലുള്ള ഉള്ള ഒരു ഇഷ്യൂസ് ഉള്ളവർ തീർച്ചയായിട്ടും ഇത്തരം സന്ദർഭങ്ങളിൽ അനാവശ്യമായിട്ട് കൈകൾ കൊണ്ട് മുഖത്ത് സ്പർശിക്കുക അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ കഴിവതും ഒഴിവാക്കുക. അത് നല്ലൊരു ഒരു പ്രിവെൻറ്റീവ്, അതായത് ബാക്ടീരിയ പോലുള്ള മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുപോവുകയും സ്കിന്നിൻ്റെ ഡാമേജസിൻ്റെ ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് പ്രയോജനപ്രദമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ടിപ്സ്, വളരെ പ്രധാനപ്പെട്ടമായ ടിപ്സാണ്, എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഈ ഒരു വിഷയം നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ ഗോ ചാറ്റിലൊക്കെ പോയാൽ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഗ്ലിംസ് മാത്രമാണ് ഞങ്ങളിവിടെ സൂചിപ്പിച്ചത്. മറ്റു സോഷ്യൽ മീഡിയകളിലൂടെ കൂടിയോ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ തന്നെ ഇതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദഗ്ധരായ ഡോക്ടറുടെ അഡ്വൈസ് എടുത്താലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. എൻ്റർടൈൻമെൻറ്റ് ന്യൂസിലേക്ക് പോവുകയാണെങ്കിൽ എമ്പുരാനെക്കുറിച്ച് പറയാനൊന്നുമില്ല. വിവാദങ്ങളൊക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് എമ്പുരാൻ ഇപ്പോഴും വിജയത്തിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതിൻ്റെ അണിയറ പ്രവർത്തകർക്കെല്ലാം തന്നെ ഒരിക്കൽ കൂടി നമ്മുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. മമ്മൂട്ടിയുടെ ബസൂക്ക വളരെ നല്ല വിജയം കരസ്ഥമാക്കി മുന്നേറുന്നു എന്നാണ് പറയുന്നത്. ചിത്രം കാണാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എല്ലാ റിവ്യൂസുകൾ നോക്കുമ്പോഴും ആ സിനിമയുടെ അവസാനത്തെ 30 മിനിറ്റ് ഇറ്റ്സ് എ വെരി ഫാന്റാസ്റ്റിക് മൂവ്മെൻറ്റ് ഓഫ് മമ്മൂട്ടി എന്നാണ് എല്ലാ വ്യൂവേഴ്സും പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും മലയാളം മമ്മൂക്കയുടെ പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു പടവും നല്ലൊരു ട്രീറ്റായിരിക്കും. ജിംഖാന അല്ലേ, അദ്ദേഹത്തിൻ്റെ ഫസിൽ എന്ന പയ്യൻ്റെ പടവും വളരെ നല്ല വിജയം കരസ്ഥമാക്കി മുന്നേറുകയാണ്. അവർ TV 24/7 വാർത്താ അവലോകനവുമായി ഇതേ ദിവസം ഇതേ സമയം കാണാം. നന്ദി, നമസ്കാരം. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.